ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന്. ഇവിടെ ഒരു ചെക്കനുണ്ട്, അത് ഇവിടെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കും ചെക്കൻ. കുഞ്ഞോട്ടൻ വെക്കണം ഹായ്. അയ്യപ്പ കുഞ്ഞോട്ടനെ അതിൽ ഇറങ്ങി പോവാ. ചേട്ടനെ പോരല്ലേ വേണ്ടാ എടാ, ചേട്ടൻ്റെ കണ്ണി കൊള്ളൂടാ കയ്യ് വേണ്ട. ഫോൺ കാണാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ്റെ മുടിയാണ് കടിക്കണേ. ഉമ്മ കൊടുത്താൽ മതി. ഉമ്മ 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 കൊടുക്കും. ഉമ്മ ചേട്ടയ്ക്ക് ഉമ്മ കൊടുക്കും. ഉമ്മ ഉമ്മ കൊടുക്കുക. ഫോണിലല്ല ചേട്ടക്കുട്ടയ്ക്ക്. അയ്യപ്പാ ചേട്ടയ്ക്ക് ഉമ്മ കൊടുക്കും. ചേട്ടയ്ക്ക് ഉമ്മ കൊടുത്തേ. ഒത്തിരി നാളായിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് വേറെ ഒന്നല്ല, സമയമില്ല. അതുകൊണ്ടാണേ അല്ലേ. എങ്ങനെ ഇവരൊരു വീഡിയോ ഇടും നിങ്ങൾ തന്നെ ഒന്ന് പറ. നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാ മാസവും യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടായിരുന്നിട്ട്, പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ തന്നെ ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുഞ്ഞിൻ്റെ തെറാപ്പി കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് ഈ സമയമാവും. പിന്നെ നമ്മൾ ചോറ് കൊടുക്കും. ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നാ പരിപാടി? ഉറങ്ങണം. അൻവിക്കുട്ടിക്ക് ഉറങ്ങണം. പിന്നെ തമ്പുരി ചേച്ചി വരാറാവും. അതിനിടയ്ക്ക് എപ്പോഴാണ് വീഡിയോ ഇടേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെക്കൊണ്ട് എന്നാ നോക്കുന്നു. പറ ചേട്ടേ ഹായ് എന്ന് പറയാൻ പറ. കുഞ്ഞിന് ഹായ് പറഞ്ഞു. കുഞ്ഞുണ്ണിക്കുട്ടൻ, നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടൻ ഹായ് പറഞ്ഞു. ഹായ് കുഞ്ഞുണ്ണിക്കുട്ടൻ. ഇനി കുഞ്ഞുണ്ണിക്കുട്ടൻ ഹായ്. ടാറ്റ കൊടുത്തത് എല്ലാവർക്കും. ടാറ്റ പോയോ? ആര് പോയി? കുഞ്ഞിന് പിന്നെ ഒരു മിനിറ്റ് പോലെ അനങ്ങാതിരിക്കില്ല. ഈ പടച്ചോണ്ടിരിക്കും എപ്പോഴേ. ചക്കൻ എപ്പോഴും പടച്ചോണ്ടിരിക്കും. കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം മറന്നുപോയി. ചേട്ടൻ പോലും ഇതാ മോനോടാ നീ കാലൊക്കെ. അൻകുട്ടിയുടെ മേത്ത് മുറിവുകളില്ലാത്ത സ്ഥലമില്ല കേട്ടോ. എപ്പോഴും ഉരുണ്ട് വീണ ഓരോരോ മുറിവുകളാണ്. ചേട്ട ചവിട്ടുവാണോ കൊച്ചിനെ? ചേട്ട ചവിട്ടല്ലേടാ ചേട്ടക്കുട്ടേ. പുതപ്പ് വേണോ? ചേട്ടോട് ചവിട്ടല്ലേന്നോ? എന്നാ പിന്നെ പറ. കുഞ്ഞിന് കൂട്ടം പറ. നിങ്ങൾ മിണ്ടുന്നില്ല അല്ലേ കുഞ്ഞോളെ? കടിക്കല്ലേ? അയ്യോ ചേട്ടൻ കടിക്കല്ലേ? കൊച്ചു ചീച്ചു കൊച്ചത് എല്ലാരും പറയട്ടെ. കൊച്ചു ചീച്ചു കൊച്ചാണ്. ഈ പടയാളികളെ ഇന്ന പാപ്പ വേണോ? ചേട്ടനോട് എണീറ്റിരിക്കാൻ പറ. ചേട്ടൻ കൊച്ചിനെ ചവിട്ടാൻ വേണ്ടി കിടക്കുക. ടൈറ്റിനൊക്കെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ എല്ലാ സംഭവങ്ങളും പോയി. എന്താ പറയുക, മൈക്ക് പിന്നെ ഇല്ല, ശ്രദ്ധിക്കാം. അങ്ങനെ ഇപ്പം ചെയ്യാറില്ലല്ലോ. ചേട്ടനോട് എണീറ്റിരിക്കാനാണോ അമ്മ എണീപ്പിച്ചിട്ട? ചേട്ടൻ എണീറ്റിരുന്നേടാ. ചേട്ടൻ കൊച്ചിട്ട് ചവിട്ടല്ലേടാ ചേട്ടേ. ചേട്ടൻ ഞാനുണ്ടല്ലോ ചേട്ടന്. നമുക്കൊരു 3 മാസത്തെ ഒരു കാലയളവും കൂടി ഉണ്ട് കേട്ടോ, കുറേ കാര്യങ്ങളൊന്ന് റെഡിയായി വരാനായിട്ട്. അപ്പം അതിൽ ഫസ്റ്റ് കാര്യം കുഞ്ഞിനെക്കുട്ടൻ്റെ തന്നെയാണ്. എല്ലാ കാര്യവും കുഞ്ഞിനെക്കുട്ടൻ്റെ തന്നെയാണ്. അപ്പം നമ്മൾ അതൊന്നും പറയാറായിട്ടില്ല. ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേനും പറയാട്ടോ. ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ വിടാത്ത എന്നാന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കാരണം എന്ന് ഞാൻ പറയാമെന്ന്. അതേ ഇറങ്ങി പോവാണ് കേട്ടോ. കുഞ്ഞിനെ ആദ്യം ഇറങ്ങിപ്പോയി. എന്നാ പൊക്കോ രണ്ടുപേരും പൊക്കോ. ഇതേ കോഴീനെ എടുത്തിട്ട് വാ. ചെല്ലേ, ഇതേ ആ കോഴീനെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാ. ബോൾ എടുത്തോണ്ട് വാ. ബോള് ചേട്ടൻ്റെ ബോൾ എടുത്തോണ്ട് വാ. കൊച്ചിൻ്റെ കോഴിയും ചേട്ടൻ്റെ ബോളും എടുത്തിട്ട് വാ. എൻ്റെ കമ്മലൊക്കെ ഒരു കുറച്ച് കളഞ്ഞു അതിനിടയ്ക്ക്. ഈ തല്ലിപ്പൊളികൾ അയ്യപ്പാ. കുഞ്ഞിനെ നടത്താനും പറഞ്ഞു. കുഞ്ഞോട് ബോൾ എടുക്കാൻ പോയി. അമ്മയുടെ കമ്മലും കളഞ്ഞു. അതെ കുഞ്ഞോട് കോഴീനെ ചേട്ടന് വാ. കൊച്ചിന് കമ്മലെന്തിനാ? ഇങ്ങോട്ടാ. എന്തിനാ കുഞ്ഞിന് കമ്മല് ഉണ്ടോ? കൊടുക്കണം. എന്തിനാ കമ്മല്? കോഴീനെ കൊടുക്കടാ ചേട്ടന്. കൊടുക്കടാ ചേട്ടന് കമ്മൽ കൊടുക്കാതെ. ഇതല്ലേ കോഴി. ബോൾ എടുത്തോണ്ട് വാ. ചേട്ടൻ്റെ കൊച്ചിന് കോഴി തരാം. ബോൾ എടുത്തോണ്ട് വാ. ഇതല്ലേ കുഞ്ഞിന് ചേട്ടനെ കോഴി കൊത്തട്ടെ. കൊച്ചെടുത്തോ കേട്ടോ. ചേട്ടയ്ക്കപ്പം എന്നാ കൊടുക്കുന്നത്? ചേട്ടയ്ക്കൊന്നുമില്ലല്ലോ. ചേട്ടൻ കൈകുട്ടിയെ. കൊച്ചു ആൻറ്റിമാരോടൊന്നും വിശേഷമൊന്നും പറയാനില്ല. കൊച്ചു കുറേ നാളായില്ലേ വിശേഷമൊക്കെ പറഞ്ഞിട്ടിങ്ങനെ. കൊച്ചിന് വിശേഷമൊന്നുമില്ലേ പറയാൻ? നമസ്കാരം ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നില്ലേ? കുഞ്ഞിനുമുത്ത് പറയുന്നില്ലേ?
കുഞ്ഞിനുമുത്ത് പറയുന്നില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ. പിന്നെ കുഞ്ഞിനുമുത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലേ, തെറാപ്പിക്ക് കൊണ്ടുപോകുന്നില്ലേ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. തെറാപ്പി ഞാൻ തന്നെയാണ് വീട്ടിൽ ചെയ്യുന്നത്. പിന്നെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വേറെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ചികിത്സ ഇപ്പം നമ്മൾ ഓടി നടന്ന എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റലുകളിൽ കൂടെ പോയി കുറേ ടെസ്റ്റുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്കറിയാലോ എന്താണ് പ്രശ്നമെന്നും ബാക്കി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ 100 കാര്യങ്ങൾ പറയും. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ, എല്ലാ സ്ഥലത്തും പോയി അവർ പറയുന്ന എല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പം തന്നെ കുഞ്ഞിപ്പെണ്ണ് കൊടുത്തേനെ നമുക്ക് കാര്യം മനസ്സിലായി. ഇനിയിപ്പം മുന്നോട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതിന് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറക്കം വരുന്നുണ്ടോ കുഞ്ഞോളെ? ചേട്ടൻ എല്ലായിടത്തും വലിച്ചെറിഞ്ഞ് കളയുന്നു. ബോൾ കൊടുത്തു ചേട്ടന്, ബോള് കൊടുക്കൂല. എന്നാൽ മാമയുടെ മടിയിരിക്കാം. ബാ, ഇത് ടാറ്റ പറഞ്ഞേക്കാം നമുക്ക്. ടാറ്റ. 5 മിനിറ്റുള്ള വീഡിയോ തന്നെ ഞാൻ എങ്ങനെ എടുത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ നമ്മൾ 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നല്ലേ. അപ്പോൾ അതിനുള്ളൊരു സാവകാശം ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എങ്ങനെയെങ്കിലും നമുക്ക് എടുത്ത് വയ്ക്കാമെന്ന് വയ്ക്കാം, പക്ഷെ റെക്കോർഡ് ചെയ്യാനായിട്ട് എന്താണെങ്കിലും പറ്റില്ല. കാരണം ഇനിയിപ്പോൾ അൻവിക്കുട്ടിയൊക്കെ ഇച്ചിരി വലുതായിട്ട് വേണം ബാക്കി ഏതൊക്കെ അല്ലേ നമുക്കൊന്ന് റെഡിയായി എടുക്കാനായിട്ട്. നമ്മുടെ ചാനൽ ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെ നിൽക്കുകയാണ്. നമ്മൾ വീഡിയോ ഇടാതെ നമ്മൾ നിങ്ങളോട് നമ്മളെ കാണണം, സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാതിരിക്കുന്നത് കേട്ടോ. വീഡിയോ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലും വളരുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള അമ്മമാരിൽ ഞാൻ കുറച്ച് പേരൊക്കെ മാത്രമേ ഉള്ളൂ ഈ ലൈവ് വരാത്തതും ഇങ്ങനെയൊക്കെ അല്ലേ. എല്ലാവരും അതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദേഷ്യം വരുന്നുണ്ടോ, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നില്ല, എൻ്റെ സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ടും ഇല്ല. കുഴപ്പമില്ല, ദൈവം എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും അല്ലേ കുഞ്ഞിനെക്കുട്ടാ. നമ്മൾ വിചാരിച്ചിട്ടല്ലല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെ പോകും. പിടിച്ചെടുത്തിട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ പിടിച്ചെടുത്തിട്ടൊന്നും പിടിക്കില്ല. ഞങ്ങളിങ്ങനെ സ്വതന്ത്രമായിട്ട് പറത്തി വിടണം. പൊക്കോ മാമയാണോ? ഏത്? ഇങ്ങോട്ട് വാ. ഇതല്ലേ ബോളാണോ കുഞ്ഞ് ചോദിക്കുന്നേ? ബോള് ഇതല്ലേ ചേട്ടായുടെ ബോള് കിടക്കണേ? മാമയോ? എവിടെ മാമ? മാമയോ? എന്നാ കുഞ്ഞുട്ടനെ അവിടെ എഴുന്നേറ്റിരുന്ന് കളിച്ചോ. ഇനി ബോൾ എറിഞ്ഞു കൊടുക്കൂ കുഞ്ഞോക്ക്. എറിഞ്ഞു കൊടുത്തേ. മാമ എന്നാ ചോദിക്കുന്നേ? എവിടെ? ഏത് പാവയാ? ഇതാണോ? മാമയാ എന്നാ ചോദിക്കുന്നേ? കുട്ടി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പം എന്നാൽ ഇന്നത്തെ വീഡിയോ നിർത്താൻ കേട്ടോ.